ജീവിതത്തിലായാലും തൊഴിലിലായാലും തടസ്സങ്ങൾ മറികടക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന് നമ്മെ പ്രാപ്തരാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നത്. ഏത് കാര്യത്തിലും തടസ്സം വിടാതെ പിന്തുടരുന്നവരാണെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ പ്രതിവിധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ അകന്നു പോകുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിച്ചാൽ ബുദ്ധി, ബലം, ധൈര്യം, കീർത്തി, വാക്സാമർത്ഥ്യം, രോഗമില്ലായ്മ, ഭയമില്ലായ്മ, അജാഠ്യം എന്നീ 8 ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. നമ്മിലുള്ള ദൗർബല്യങ്ങളെ മാറ്റാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഭയം, തടസ്സം, ശനിദോഷം എന്നിവ അകറ്റി ഊർജ്ജസ്വലതയും പ്രസരിപ്പും നൽകുന്ന ദേവനാണ് ഹനുമാൻ സ്വാമി. വെറ്റിലമാല, വടമാല, വെണ്ണ നിവേദ്യം, അവൽ നിവേദ്യം, കദളിപ്പഴ നിവേദ്യം, അഷ്ടോത്തരാർച്ചന, കുങ്കുമം ചാർത്തൽ തുടങ്ങിയവയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകൾ. കർമ്മതടസ്സങ്ങൾ നീങ്ങുന്നതിനും കാര്യസിദ്ധിക്കുമാണ് വെറ്റിലമാല, വടമാല എന്നിവ ഭഗവാന് ചാർത്തുന്നത്. ആഗ്രഹ സാഫല്യത്തിനാണ് വെണ്ണ നിവേദ്യം. നഷ്ടപ്പെട്ട ധനവും ബന്ധങ്ങളും വസ്തുവകകളും തിരിച്ചു കിട്ടുന്നതിനും വിഘ്ന നിവാരണത്തിനും അവൽ നിവേദ്യം ഉത്തമമാണ്. സീതാന്വേഷണത്തിന് ലങ്കയിലേക്ക് പുറപ്പെടും മുമ്പ് യാത്രാവേളയിൽ കഴിക്കുന്നതിനായി ശ്രീരാമദേവൻ ഹനുമാൻ സ്വാമിക്ക് ഒരു പൊതി അവൽ നൽകിയതായി വിശ്വസിക്കുന്നു. ഇതാണ് ആഞ്ജനേയ സ്വാമിക്ക് അവൽ നിവേദിക്കുന്നതിൻ്റെ ഐതിഹ്യം. സ്വാമിക്ക് കദളിപ്പഴം നേദിച്ചാൽ എത്ര കുഴപ്പം പിടിച്ച സംഗതികളിൽ നിന്നും മോചനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രാത്രികാലങ്ങളിൽ ദുസ്വപ്നം കാണാതിരിക്കാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ്. കായിക രംഗത്തും പോലീസ്, സൈന്യം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരും.